ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഞാൻ ഇന്ന് ചിക്കൻ ലോഡർ ഫ്രൈസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുന്ന, ഒരുപാട് നാളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. നമുക്ക് വീട്ടിൽ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റും. അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എല്ലില്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കണം. അതിന് വേണ്ടി ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, 1 ടേബിൾ സ്പൂൺ മൈദ, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡർ. ഇതെല്ലാം കൂടി ചേർത്ത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനൊരു ഫ്രൈ പാൻ വെച്ച് അതിലോട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം ഫ്രഞ്ച് ഫ്രൈ ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് വീട്ടിലും തയ്യാറാക്കാം, പക്ഷേ ഞാൻ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ കുറച്ചൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ച ചിക്കൻ ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ എടുത്ത് അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് മൈദയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു മാക്രോണിയുടെ റെസിപ്പി ഇട്ടിരുന്നു. അതിൽ വരുന്ന സോസ് ഉണ്ടാക്കുന്നത് പോലെയാണ് ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ മൈദയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1.5 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ 1.5 കപ്പ് മിൽക്കും നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് കുറുകി കിട്ടും. ഇനി ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിനുള്ള സാൾട്ടും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഞാൻ 2 ചീസ് സ്ലൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് മെൽറ്റായി കിട്ടും. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ഡെക്കറേഷൻ ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹോം മെയ്ഡാണ്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഒരു ബൗൾ എടുക്കുക. ഈ ബൗളിലോട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച സോസും കൂടിയും ഇട്ട് കൊടുത്ത് ഇതിൻ്റെ മുകളിലോട്ട് ഫ്രഞ്ച് ഫ്രൈ ഇട്ട് കൊടുക്കുക. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മയോണൈസും കൂടിയും മേലെ ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ കയ്യിലുള്ളത് കഴിയുന്നവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇടയിലൊക്കെ നമ്മുടെ സോസും കൂടി ഇട്ട് കൊടുക്കുക. ഇതിന് മുകളിൽ വീണ്ടും നമ്മൾ ഫ്രഞ്ച് ഫ്രൈ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുക്കുക. മയോണൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ലേസ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയാൽ കാണാം ഇതുപോലെ ലേസൊക്കെ പൊടിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ലോഡർ ഫ്രൈസ് ഇവിടെ റെഡിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലത്തെ വീഡിയോസുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. അതുവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് സജൂസ് വേൾഡ്.